1. മനുഷ്യൻ കൃഷി ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ എ പഴയ ശിലായുഗം, ഓപ്ഷൻ ബി പുതിയ ശിലായുഗം, ഓപ്ഷൻ സി ഇരുമ്പ് യുഗം, ഓപ്ഷൻ ഡി ആധുനിക കാലഘട്ടം. ആൻസർ ഓപ്ഷൻ ബി പുതിയ ശിലായുഗം. 2. ആദിമ മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം ഏതാണ്? ഓപ്ഷൻ എ പശു, ഓപ്ഷൻ ബി നായ, ഓപ്ഷൻ സി ആട്, ഓപ്ഷൻ ഡി കുതിര. ആൻസർ ഓപ്ഷൻ ബി നായ. 3. ഭക്ഷണം വേവിച്ചു കഴിക്കാൻ മനുഷ്യനെ സഹായിച്ച പ്രധാന കണ്ടുപിടുത്തം ഏതാണ്? ഓപ്ഷൻ എ ചക്രം, ഓപ്ഷൻ ബി തീ, ഓപ്ഷൻ സി കല്ല്, ഓപ്ഷൻ ഡി മൺപാത്രം. ആൻസർ ഓപ്ഷൻ ബി തീ. 4. മെസപ്പട്ടോമിയൻ നാഗരികത ഏത് നദികൾക്കിടയിലാണ് വളർന്നത്? ഓപ്ഷൻ എ സിന്ധു ഗംഗ, ഓപ്ഷൻ ബി യൂഫ്രട്ടീസ് ടൈഗ്രീസ്, ഓപ്ഷൻ സി നൈൽ നദി, ഓപ്ഷൻ ഡി ഹൊവാങ് ഹോ. ആൻസർ ഓപ്ഷൻ ബി യൂഫ്രട്ടീസ് ടൈഗ്രീസ്. 5. നദീതടങ്ങളിൽ നാഗരികതകൾ വളർന്നുവരാൻ പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ എ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ, ഓപ്ഷൻ ബി ഫലപുഷ്ടമായ മണ്ണും ജലലഭ്യതയും, ഓപ്ഷൻ സി മീൻ പിടിക്കാൻ മാത്രം, ഓപ്ഷൻ ഡി മറ്റു സ്ഥലങ്ങൾ ഇല്ലാത്തതിനാൽ. ആൻസർ ഓപ്ഷൻ ബി ഫലപുഷ്ടമായ മണ്ണും ജലലഭ്യതയും. 6. ഈജിപ്ഷ്യൻ നാഗരികത ഏത് നദിയുടെ തീരത്താണ് വികാസം പ്രാപിച്ചത്? ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി നൈൽ, ഓപ്ഷൻ ഡി ടൈഗ്രീസ്. ആൻസർ ഓപ്ഷൻ സി നൈൽ. 7. ആദിമ മനുഷ്യർ ഗുഹകളിൽ വരച്ച ചിത്രങ്ങളിൽ പ്രധാനമായും എന്താണ് കാണാറുള്ളത്? ഓപ്ഷൻ എ വാഹനങ്ങൾ, ഓപ്ഷൻ ബി വീടുകൾ, ഓപ്ഷൻ സി വേട്ടയാടുന്ന ദൃശ്യങ്ങളും മൃഗങ്ങളും, ഓപ്ഷൻ ഡി പൂന്തോട്ടങ്ങൾ. ആൻസർ ഓപ്ഷൻ സി വേട്ടയാടുന്ന ദൃശ്യങ്ങളും മൃഗങ്ങളും. 8. ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേര് എന്താണ്? ഓപ്ഷൻ എ സിന്ധു നദീതട നാഗരികത, ഓപ്ഷൻ ബി നൈൽ നാഗരികത, ഓപ്ഷൻ സി ചൈനീസ് നാഗരികത, ഓപ്ഷൻ ഡി സുമേറിയൻ നാഗരികത. ആൻസർ ഓപ്ഷൻ എ സിന്ധു നദീതട നാഗരികത. 9. സിന്ധു നദീതട നാഗരികതയിലെ നഗരങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? ഓപ്ഷൻ എ ഇടുങ്ങിയ റോഡുകൾ, ഓപ്ഷൻ ബി ആസൂത്രിതമായ നിർമ്മാണ രീതി, ഓപ്ഷൻ സി കെട്ടിടങ്ങൾ ഇല്ലായിരുന്നു, ഓപ്ഷൻ ഡി എല്ലാ മണ്ണുകൊണ്ടും നിർമ്മിച്ചവയായിരുന്നു. ആൻസർ ഓപ്ഷൻ ബി ആസൂത്രിതമായ നിർമ്മാണ രീതി. 10. മെസപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ കടലിന് അടുത്തുള്ള സ്ഥലം, ഓപ്ഷൻ ബി പർവ്വതങ്ങൾക്കിടയിലുള്ള പ്രദേശം, ഓപ്ഷൻ സി 2 നദികൾക്കിടയിലുള്ള പ്രദേശം, ഓപ്ഷൻ ഡി മരുഭൂമി. ആൻസർ ഓപ്ഷൻ സി 2 നദികൾക്കിടയിലുള്ള പ്രദേശം. 11. പിരമിഡുകൾ ഏത് നാഗരികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചൈനീസ്, ഓപ്ഷൻ ബി ഹാരപ്പൻ, ഓപ്ഷൻ സി ഈജിപ്ഷ്യൻ, ഓപ്ഷൻ ഡി റോമൻ. ആൻസർ ഓപ്ഷൻ സി ഈജിപ്ഷ്യൻ. 12. മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്ത വിളകൾ ഏതെല്ലാമായിരുന്നു? ഓപ്ഷൻ എ ഗോതമ്പും ബാർലിയും, ഓപ്ഷൻ ബി നെല്ലും തെങ്ങും, ഓപ്ഷൻ സി റബ്ബറും കാപ്പിയും, ഓപ്ഷൻ ഡി പുകയിലയും ചായയും. ആൻസർ ഓപ്ഷൻ എ ഗോതമ്പും ബാർലിയും. 13. ആദിമകാലത്തെ ലിപികൾ എവിടെയാണ് രേഖപ്പെടുത്തിയിരുന്നത്? ഓപ്ഷൻ എ പേപ്പറിൽ, ഓപ്ഷൻ ബി കളിമൺ ഫലകങ്ങളിലും ശിലകളിലും, ഓപ്ഷൻ സി കമ്പ്യൂട്ടറിൽ, ഓപ്ഷൻ ഡി തുണികളിൽ. ആൻസർ ഓപ്ഷൻ ബി കളിമൺ ഫലകങ്ങളിലും ശിലകളിലും. 14. ചൈനീസ് നാഗരികത വികാസം പ്രാപിച്ചത് ഏത് നദീതീരത്താണ്?
ഓപ്ഷൻ എ യാങ്സി, ഓപ്ഷൻ ബി ഹൊവാങ്ഹോ, ഓപ്ഷൻ സി സിന്ധു, ഓപ്ഷൻ ഡി ആമസോൺ. ആൻസർ ഓപ്ഷൻ എ യാങ്സി. 15 വേട്ടയാടാൻ വേണ്ടി മനുഷ്യർ ആയുധങ്ങൾ മിനുസപ്പെടുത്തിയത് ഏത് യുഗത്തിലാണ്? ഓപ്ഷൻ എ പഴയ ശിലായുഗം, ഓപ്ഷൻ ബി പുതിയ ശിലായുഗം, ഓപ്ഷൻ സി ഇരുമ്പ് യുഗം, ഓപ്ഷൻ ഡി ചെമ്പ് യുഗം. ആൻസർ ഓപ്ഷൻ ബി പുതിയ ശിലായുഗം. 16 മനുഷ്യൻ സ്ഥിരതാമസം തുടങ്ങിയത് എവിടെയാണ്? ഓപ്ഷൻ എ കാടിനുള്ളിൽ, ഓപ്ഷൻ ബി നദീതീരങ്ങളിൽ, ഓപ്ഷൻ സി മലമുകളിൽ, ഓപ്ഷൻ ഡി മരുഭൂമിയിൽ. ആൻസർ ഓപ്ഷൻ ബി നദീതീരങ്ങളിൽ. 17 കൃഷിയുടെ ആരംഭത്തോടെ മനുഷ്യജീവിതത്തിൽ വന്ന മാറ്റം എന്താണ്? ഓപ്ഷൻ എ അവർ നാടോടികളായി, ഓപ്ഷൻ ബി ഒരിടത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി, ഓപ്ഷൻ സി വേട്ടയാടൽ പൂർണ്ണമായും നിർത്തി, ഓപ്ഷൻ ഡി ഭക്ഷണം കഴിക്കുന്നത് കുറച്ചു. ആൻസർ ഓപ്ഷൻ ബി ഒരിടത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി. 18 ലോകത്തിലെ ഏറ്റവും വലിയ നാഗരികതകളിൽ ഒന്നായി കണക്കാക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ അമേരിക്കൻ നാഗരികത, ഓപ്ഷൻ ബി ലണ്ടൻ നാഗരികത, ഓപ്ഷൻ സി മെസപ്പട്ടോമിയൻ നാഗരികത, ഓപ്ഷൻ ഡി റഷ്യൻ നാഗരികത. ആൻസർ ഓപ്ഷൻ സി മെസപ്പട്ടോമിയൻ നാഗരികത. 19 ഹാരപ്പൻ ജനതയ്ക്ക് ഏത് ലോഹത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല? ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി വെങ്കലം, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി സ്വർണം. ആൻസർ ഓപ്ഷൻ സി ഇരുമ്പ്. 20 ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ ധാന്യപ്പുരകൾ കണ്ടുപിടിക്കപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ എ ഹാരപ്പയിൽ, ഓപ്ഷൻ ബി ചൈനയിൽ, ഓപ്ഷൻ സി ഈജിപ്തിൽ, ഓപ്ഷൻ ഡി ഗ്രീസിൽ. ആൻസർ ഓപ്ഷൻ എ ഹാരപ്പയിൽ